ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പീഡനത്തെ തുടർന്നുണ്ടാകുന്ന ഗർഭധാരണ കേസുകളിൽ ഗർഭചിത്രത്തിന് കർശനമായ സമയപരിധി ഉണ്ടാകരുതെന്ന് സുപ്രീംകോടതി. ഇത്തരം കേസുകളിൽ 20 ആഴ്ചയ്ക്ക് ശേഷം ഗർഭചിത്രം അനുവദിക്കുന്ന നിയമ ഭേദഗതി പരിഗണിക്കണമെന്നും കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. മാറുന്ന കാലത്തിനനുസരിച്ച് നിയമത്തിൽ മാറ്റമുണ്ടാകണമെന്നും കോടതി നിരീക്ഷിച്ചു. രാജ്യതാൽപര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടാണ് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ മണ്ണിൽ ഒരു സാഹചര്യത്തിലും ഭീകരപ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ ഉച്ചകോടി 2.0-ൽ അദ്ദേഹം വ്യക്തമാക്കി. ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. മെയ് 4 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാകും എണ്ണുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർ പാലിക്കേണ്ട നിബന്ധനകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയോ തിരഞ്ഞെടുപ്പ് ഏജന്റോ നൽകിയിട്ടുള്ള ഫോം 18 കോപ്പി, റിട്ടേണിംഗ് ഓഫീസർ നൽകിയ സീലും ഒപ്പമുള്ള ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നിവയുമായി എത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർക്ക് മാത്രമായിരിക്കും വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കുക. മൊബൈൽ ഫോൺ, മറ്റ് ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണങ്ങൾ തുടങ്ങിയവ കൈവശം വയ്ക്കാനോ വോട്ടെണ്ണലിനിടെ ഹാളിന് പുറത്തേക്ക് പോകാനോ അനുവദിക്കില്ല. മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് 12 തൊഴിലാളികൾ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. ബംഗളൂരുവിൽ കനത്ത മഴയിൽ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. കുടുംബശ്രീ വിനോദയാത്രാ സംഘത്തിലെ പിറവം രാമമംഗലം സ്വദേശികളായ സ്മിത, ലത എന്നിവരാണ് മരിച്ചത്. രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ടോടെ സംസ്കാരം നടക്കും. 2 മലയാളികൾ ഉൾപ്പെടെ 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് ക്യാമ്പിന് നെടുമ്പാശ്ശേരിയിൽ തുടക്കമായി. ആദ്യ ഹജ്ജ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 430 തീർത്ഥാടകരുമായി പുറപ്പെട്ടു. 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്നുള്ളത്. കേരളത്തിലെ 3 ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമായി 13,194 പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി യാത്ര തിരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 397 പോയിന്റ് ഇടിഞ്ഞ് 77,100-ലും, നിഫ്റ്റി 142 പോയിന്റ് താഴ്ന്ന് 24,035-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ ഉയർന്ന് 1,10,480 രൂപയും ഗ്രാമിന് 13,810 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വിലയിലെ വർധന തുടരുന്നു. ഇറാനുമേലുള്ള യുഎസിന്റെ നാവിക ഉപരോധവും ഇന്ധന വിതരണത്തിലെ തടസ്സങ്ങൾ നീണ്ടുനിൽക്കുമെന്ന ആശങ്കയുമാണ് എണ്ണവില 4 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്താൻ കാരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. കാസർഗോഡ് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് വെസ്റ്റ് എളേരിയിലെ ഋതുചന്ദ്രയാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡീംഡ് സർവകലാശാലയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന 1 വർഷത്തെ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രവേശന പരീക്ഷ മെയ് 23 നടക്കും. കൂടുതൽ വിവരങ്ങൾ iimc.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പാലക്കാട് നഗരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായി. സർക്കാർ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയോട് ചേർന്നുള്ള പറമ്പിലാണ് വൻ തീപിടുത്തമുണ്ടായത്. പറമ്പിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും 8 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ വാക്സിൻ നൽകിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും 3 ഡോക്ടർമാരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.